ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പഴംപൊരിയും ബീഫും കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം വന്നിരുന്നായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ തത്തച്ഛനെയും തത്തച്ചിയും കൂട്ടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. തത്തച്ഛന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ അന്ന് പോയി തത്തച്ഛനോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ തത്തച്ഛൻ അന്ന് മുതലേ കൊതി പിടിച്ചിരിക്കണാണ് കേട്ടോ. പിന്നെ ഇതാണ് കട, ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട് ഓർഡർ. അപ്പൊ പാലാ കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ നിന്ന് വൈക്കം റൂട്ടിൽ ഒരു 4 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ വള്ളിച്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. അവിടെയാണ് കേട്ടോ ഈ കട. ചൂട് പഴംപൊരി കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ പഴംപൊരിയാണ് ഇവിടുത്തെ. ഇത് മോളും പിള്ളേരൊക്കെ വന്നിട്ട് കഴിച്ചു. എന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ എൻ്റെ രുചി പറഞ്ഞു. അപ്പോൾ വലിയ ആഗ്രഹമായിട്ട് വന്നതാണ് ഇവിടെ അത് കഴിക്കാനായിട്ട്. പഴംപൊരിയും ബീഫ് കറി അതും പാലായില് ആദ്യമായിട്ടാണ് ഞാൻ കഴിച്ചത്. ഒരുവിധം കൊള്ളാം എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ബീഫ് കറിയും പഴംപൊരിയും കൂടെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. ഇപ്പോൾ ഒരു പ്രത്യേക കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും നമുക്ക്, എന്നാലും കഴിക്കുമ്പോൾ ഒരു രുചി തോന്നണമുണ്ട്. പഴംപൊരി സൂപ്പറാണ് ഇവിടുത്തെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ് പഴംപൊരി. അപ്പോൾ ഇവിടുന്ന് കഴിച്ച ഈ പഴംപൊരി ഏറ്റവും സൂപ്പറാണ്. ബീഫ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പഴംപൊരി മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. നല്ല പഴംപൊരി. ചെറിയൊരു കടയാണ്, നല്ല കച്ചവടമാണ് ഇവിടെ. ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് തന്നെ കഴിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പഴംപൊരിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴംപൊരി നിങ്ങൾ കണ്ടല്ലോ. ആ പഴംപൊരിയും ബീഫ് കറിയും ഈ തൊട്ട് കാണുന്ന ഒരു ചെറിയ കടയിലാണ്. ഒരു ഏത്തപ്പഴം അതുപോലെ തന്നെ നാടൻ രീതിയിൽ പഴംപൊരി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മേടിച്ച് കഴിക്കുന്നതാണ്. പാലായി വരുമ്പോൾ നിങ്ങൾക്ക് ബീഫും ഈ പഴംപൊരിയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഇവിടുത്തെ. ഞാനൊരു ശകലം കഴിച്ചു, വളരെ ടേസ്റ്റി ആയിരുന്നു. കൊള്ളാം, നല്ലതാണ് കേട്ടോ.